ഹായ് മുത്തുമണികളെ, ഇന്ന് ഞാൻ തേങ്ങ അരക്കാത്ത നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിനായിട്ട് നമ്മൾ ഒരു കുക്കർ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാൻ രണ്ട് വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചതാണ്, അത് ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. കൂടുതൽ നേരമൊന്നും വഴറ്റണ്ട, കുറച്ച് ഒന്നിങ്ങനെ കുഴഞ്ഞും കൊണ്ടായാൽ മതി ഉള്ളി കേട്ടോ. അത്രയും വഴറ്റിയെടുത്താൽ മതി. പിന്നെ അതിനാവശ്യത്തിനുള്ള വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഒക്കെ നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു. ഇനി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വഴന്ന് വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് അതിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാലകൾ നമുക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ ഒരു നുള്ള് ഗരം മസാല, നമ്മൾ ബിരിയാണി മസാല പൊടിച്ചത്, അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ആ ഉള്ളിയും തക്കാളിയും ഇതൊക്കെ വഴറ്റിയിൽ നല്ലോണം പച്ചമണം പോകുന്നത് വരെ ആ മസാലകളൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ കടല അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടലയും മസാലയും ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയതൊക്കെ പാടെ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് നമുക്കതിലേക്ക് പാകത്തിന് ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആ കടല വേവാനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് മൂടി വെച്ചിട്ട് വേവിക്കാം. ഒരു 4 വിസിലടിച്ചാൽ വേവേണ്ട കുതിർത്തിയ കടലയാവുകൊണ്ട് വേവും. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 4 വിസിൽ അടിച്ച് നമ്മളെ കുക്കറൊന്ന് തുറന്ന് നോക്കിയിട്ടോ കടല വെന്തുക്കണോ നോക്കാം. അപ്പോൾ നമ്മളെ കടലയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. തേങ്ങ അരക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ അടിപൊളി ഒരു കടലക്കറിയാണ് ഇട്ടത്. തേങ്ങ വറുത്തരക്കണം എന്നൊക്കെ പറയും ചിലവർ, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.